എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യൻ വീടുകളിലെ കല്യാണ തലേന്നത്തെ ഒരു സ്പെഷ്യൽ വിഭവമായ എല്ലും കപ്പയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു ഐറ്റം ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. നമ്മളിവിടെ 3 കിലോ എല്ലാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് വലിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം. നമുക്കിനി നമ്മുടെ എല്ല് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. നാലോ 5 പ്രാവശ്യം നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുമ്പോഴാണ് കേട്ടോ അതിനകത്തെ ആ ഒരു ബ്ലഡിൻ്റെ ഇതൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം കേട്ടോ. നല്ല മൂത്ത മുളകാണ്, അത്യാവശ്യം എരിവും ഉണ്ട്. നമുക്ക് നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എടുത്തോണ്ട് ഓടേണ്ടി വരുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ മുറ്റത്ത് പതുക്കെ അടുപ്പൊക്കെ കൂട്ടി തീയൊക്കെ കത്തിക്കാൻ പോകുന്നുണ്ട്. സാധാരണ നമ്മൾ അകത്താണ് വീഡിയോസ് ഒക്കെ എടുക്കാറ്. ഇന്ന് നമ്മളൊന്ന് പുറത്തെടുത്ത് നോക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ മഴ എന്താക്കുന്ന അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീ പതുക്കെ പിടിച്ചു വരുന്നുണ്ട്. ഒന്ന് സെറ്റായി വരട്ടെ, എന്നിട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാവേ. തീയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാം. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മിക്കവാറും എടുത്തോണ്ട് ഓടേണ്ടി വരുവേ. ആദ്യ റൗണ്ട് അങ്ങനെ പണി പാടിയിട്ടുണ്ട്. ചട്ടി വെച്ചത് പെരുമഴ പെയ്തു. നമുക്കിനി അടുത്ത റൗണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണാവേ. ആദ്യ റൗണ്ട് നമ്മുടെ പണി പാളിപ്പോയി കേട്ടോ. പെരുമഴ പെയ്ത് നമ്മുടെ അടുപ്പിലൊക്കെ വെള്ളം കയറി. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഉരുളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരല്പം തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കോരിയെടുക്കാവേ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കിട്ടിയ അവസരം പാഴാക്കാതെ രണ്ടുപേരുടെ പൂഴിമണ്ണിൽ ഭയങ്കര കളിയാണ് കേട്ടോ. നമ്മുടെ തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് കോരിയെടുക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വഴറ്റിയെടുക്കാനുള്ള സാധനങ്ങളാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. നമ്മളൊരു 3 സവോള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ്. ഇതും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വേഗം വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ കൂടെ വാടി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കപ്പയും കൂടെ ഒന്ന് കൊത്തിയെടുക്കാവേ. നമുക്ക് ആവശ്യമായിട്ടുള്ള കപ്പ നമ്മൾ പൊളിച്ചെടുക്കാൻ പോവാണേ. 4 കിലോ കപ്പയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ച് ഉപയോഗിക്കണം. 5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 5 ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. മസാല മൂത്ത് പാകത്തിനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന എല്ലും കൂടെ ഇട്ട് കൊടുക്കാവേ. നമുക്കിനി ഇതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബീഫിന്റെ എല്ലിൻ്റെ കൂടെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും. നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് നേരത്തെ നമ്മുടെ സവോള വഴറ്റാൻ വേണ്ടി മാത്രം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഈ എല്ലും കൂടി വെന്ത് വരുമ്പോൾ അതിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉപ്പും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കപ്പ ഇവിടെ കൊത്തി കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉപ്പിട്ട് വേവിച്ചെടുക്കാം. കപ്പ നമുക്ക് അകത്ത് വേവിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. എല്ലാം കൂടി വേവിച്ച് സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഭയങ്കര മഴയാണ്, നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കപ്പ അകത്ത് വേവിച്ചെടുക്കാം. നമ്മുടെ ഇല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെന്ത് കിട്ടാൻ കുറച്ച് പാടുള്ള മൂത്ത എല്ലാം നമ്മൾ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത് കേട്ടോ. തോടും വെള്ളവും മഴയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ചെന്നിട്ടാണ് നമ്മുടെ എല്ലും കപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കപ്പ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. നമ്മുടെ കപ്പ നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. നമ്മുടെ എല്ലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ച കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വാങ്ങി വെക്കാവേ. താഴെ ഇറക്കി വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഒരു തുടിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയൊക്കെ ഇളക്കാനായിട്ട് നല്ലത് തുടിപ്പാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയും തേങ്ങയുടെ കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് വേണം മൊത്തത്തിൽ നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നെയ്യുള്ള എല്ലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് നെയ്യ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതും കൂടി ഒന്ന് കൂട്ടി ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഏഷ്യാഡ് കപ്പ ബിരിയാണി, അതായത് എല്ലും കപ്പയും സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണേ. അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.